ഊണ് കഴിച്ച് ഇറങ്ങാൻ നേരമായതോടെ അപ്പു അമ്മമ്മയെ ചുറ്റിപ്പിടിച്ച് കണ്ണൊക്കെ നിറച്ച് വിതുമ്പിക്കൊണ്ട് നിന്നു. അയ്യേ, അമ്മമ്മയുടെ കുട്ടി കണ്ണ് നിറയ്ക്കല്ലേ, ഞങ്ങൾ ഇത്തിരി കഴിഞ്ഞ് അങ്ങ് വരില്ലേ? അവർ അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു. അമ്മമ്മ ഇപ്പൊ കൂടെ വരുമോ? ഒറ്റയ്ക്ക് എനിക്ക് വിങ്ങി വിതുമ്പിക്കൊണ്ട് അവരോട് ചോദിച്ചു അപ്പു. എടാ സന്ദീപേ, ആ കൊച്ചിനെ ഇങ്ങനെ കരയിക്കാതെ ആ കൂട്ടുകാരി കൊച്ചിനെ കൂടെ വിട്ടൂടെ ഇവർക്ക്? അമ്മമ്മയുടെ നെഞ്ചിൽ ചേർന്ന് നിന്ന് വിങ്ങി പൊട്ടി കരയുന്ന അപ്പുവിനെ തൊട്ടും തലോടി നിൽക്കുന്ന അച്ചുവിനെ നോക്കി നിന്നുകൊണ്ട് അഭിലാഷ് നാണം നിറഞ്ഞ ചിരിയോടെ സന്ദീപിന്റെ കാതോരം പറഞ്ഞു. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്നത് ഇതിനാണ് അല്ലേ അബി? അവന്റെ വയറിൽ കൈമുട്ട് കൊണ്ടൊന്ന് കുത്തിക്കൊണ്ട് സന്ദീപ് ചോദിച്ചു. അബി ചമ്മിയൊരു ചിരിയോടെ കാശിക്കും അപ്പുവിനുമൊപ്പം കാറിലേക്ക് കയറുന്ന അശ്വതി നോക്കി നിന്നു. കാശി രാഗം എന്ന വീടിന്റെ മുറ്റത്ത് കാർ കയറ്റി നിർത്തുമ്പോൾ അങ്കലാപ്പോടെ ചുറ്റിനും നോക്കി അപ്പു. കാശി ആ വീട് വാങ്ങിയപ്പോഴോ താമസം തുടങ്ങിയപ്പോഴോ ഇടയ്ക്കിടെ ജഗന്നാഥനും ദേവകിയും അവനെ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കാണാൻ വരുമ്പോഴേ ഒന്നും അപ്പു വന്നിട്ടേയില്ല. ഇന്ന് ആദ്യമായിട്ടാണ് അവൾ അവിടെയൊക്കെ കാണുന്നത്. ചുറ്റുമതിലും ഗേറ്റും ഒക്കെയുള്ളൊരു കുഞ്ഞു ടെറസ് കെട്ടിടം. പക്ഷേ കാണാൻ നല്ല ഭംഗി തോന്നിച്ചു. അത്യാവശ്യം മുറ്റമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ അപ്പൂസ് കാറിൽ നിന്ന് ഇറങ്ങിക്കേ, ഇവിടെയൊക്കെ നമുക്ക് സമയം പോലെ കാണാൻ വേണ്ടി പെണ്ണേ. അടുത്തിരുന്ന കാശി ഇറങ്ങിയിട്ടും ചുറ്റിനും അന്തം വിട്ട് നോക്കിയിരിക്കുന്ന പെണ്ണിനോട് അച്ചു ചിരിയോടെ പറഞ്ഞു. അപ്പു നേർമേൽ ഒന്ന് മൂളിക്കൊണ്ട് സാരി ഒതുക്കി പിടിച്ചുകൊണ്ട് കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. മോള് ഈ വിളക്ക് പിടിക്ക്. കാശി കൊച്ചിനൊപ്പം ഒരുമിച്ച് അകത്തേക്ക് കയറിക്കോ. അമലിന്റെ അമ്മ ഉഷ കത്തിച്ചു വെച്ച നിലവിളക്ക് അപ്പുവിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഉഷ കൊടുത്ത നിലവിളക്കും വാങ്ങി കാശിക്കൊപ്പം അപ്പു വലത് കാൽ വെച്ച് രാഗം എന്ന വീട്ടിന്റെ പടി കയറി. വൈകിയാണെങ്കിലും കാശിയുടെ ജീവിതത്തിലെ രാഗവും താളവുമാകാൻ ദൈവം നിയോഗിച്ചത് അവളെയായിരുന്നു. ഹാളിലുണ്ടായിരുന്ന ഒരു ചെറിയ ടീപ്പോയിലേക്ക് വിളക്ക് വെച്ച് തൊഴുതു കൈയോടെ നിന്നു അപ്പുവും കാശിയും. ഇനി ഇങ്ങോട്ട് ഇരുന്നോടാ കാശി, ഇത്തിരി മധുരം കഴിച്ചു തുടങ്ങാം. ചടങ്ങൊന്നും വേണ്ടെന്ന് വെക്കണ്ട അല്ലേ അമ്മ? രണ്ടാളെയും പിടിച്ച് സെറ്റിയിലേക്ക് ഇരുത്തിയിട്ട് പാൽപ്പായസം നിറച്ച ഗ്ലാസുമായിട്ട് നിൽക്കുന്ന ഉഷയെ നോക്കി ചിരിച്ചുകൊണ്ട് അമൽ ചോദിച്ചു. അതേല്ലോ, ഇതൊക്കെ ഒരു ചടങ്ങാണ്. സ്പൂണിൽ കോരിയെടുത്ത പായസം കാശിയുടെയും അപ്പുവിൻ്റെയും നാവിൽ ഇറ്റിച്ചു കൊടുത്ത് സന്തോഷത്തോടെ ഉഷ പറഞ്ഞു. ഈ സന്തോഷം നമ്മളൊന്ന് കൈയടിച്ച് പ്രകടിപ്പിച്ചാലോ അമ്മ? അപ്പുവിൻ്റെ അടുത്ത് നിൽക്കുന്ന അച്ചുവിനെ നോക്കിക്കൊണ്ടാണ് അബി ഉഷയോട് ചോദിച്ചത്. ഇതേതാ ഈ ജീവി, ഇതിനുമുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്നാണ് ആ ചോദ്യം കേട്ട പെണ്ണ് മനസ്സിലോർത്തത്. ഉമേ, കൊച്ചിനെ കൂട്ടിപ്പോയി ഈ വേഷമൊക്കെ ഒന്ന് മാറാൻ സഹായിക്കും. അടുക്കളയിലേക്ക് നടക്കുന്നതിനിടെ ഉഷ പറഞ്ഞു. ഉമയും അച്ചുവും കൂടെ അപ്പുവിനെ കൂട്ടി കാശിയുടെ റൂമിലേക്ക് പോയി. ദേവകി, നമുക്ക് നേരെ അനന്തന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം. വീട്ടിലേക്കുള്ള യാത്രാമധ്യേ ജഗന്നാഥൻ പറഞ്ഞു. ഇന്നിപ്പോൾ പോകേണ്ട, വൈകിട്ട് കാശിയുടെ വീട്ടിലേക്കൊന്ന് പോകേണ്ടേ? എന്തായാലും ഇന്നലെ പോയില്ലെന്ന് പറഞ്ഞു ഹേമയുടെ വക പരാതി ഉറപ്പാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കേൾക്കാം. ഹേമയോടുള്ള ഇഷ്ടക്കേട് നിറഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അവൾ പറയട്ടെ, അവൾക്ക് എന്തിനാണ് പരാതി ഇല്ലാത്തത്? കാണാൻ എൻ്റെ അനിയത്തിയുടെ തനി പകർപ്പാണെങ്കിലും സ്വഭാവം അളിയൻ്റെയാണ്. പറഞ്ഞിട്ട് ആലോചനയോടെ ജഗന്നാഥൻ ഇരുന്നു. അവർ ഹോട്ടലിൽ നിന്നൊക്കെ എത്താൻ എന്തായാലും വൈകും. അതുകൊണ്ട് നമുക്കിപ്പോൾ തറവാട്ടിലേക്ക് പോകാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാശിയുടെ വീട്ടിലേക്ക് പോകാനുള്ളതാണ്. നീയും കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചോ ശശി. കാർ തറവാട്ട് മുറ്റത്ത് നിർത്തി ജഗന്നാഥനെ പതിയെ പിടിച്ചിറക്കിയ ശശിയോട് ദേവകി പറഞ്ഞു. അപ്പോഴേക്കും ഞാനൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാൻ തറവാട്ടമ്മേ. ജഗന്നാഥനെ കൊണ്ടുവന്ന് ഉമ്മറത്തെ ചാരു കസേരയിൽ ഇരുത്തിയിട്ട് ശശി പറഞ്ഞു. എന്നാ പിന്നെ പോയിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വാ കേട്ടോ എന്ന് ജഗന്നാഥൻ മെല്ലെ പറഞ്ഞത് കേട്ട് ശശി യാത്ര പറഞ്ഞു പോയി. എന്നാലും എൻ്റെ നാത്തൂനെ, ആ കിളവനും കിളവിയും ഒന്നും വന്ന് തല കാണിച്ചില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ആ 2 പിള്ളേരെ പോലെ ആദിയും അവരുടെ ചെറുകുട്ടിയല്ലേ. ഊണൊക്കെ കഴിഞ്ഞ് ആദിയും സോണിയും സുഹൃത്തുക്കൾക്കൊപ്പം കേക്ക് മുറിക്കലും വൈൻ കഴിക്കലും ഫോട്ടോ എടുപ്പും ഒക്കെയായി ബഹളം തുടങ്ങിയതോടെ ആ തിരക്കിൽ നിന്ന് മാറിയിരിക്കുമ്പോഴാണ് സരിത ഹേമയോട് ചോദിച്ചത്. എന്ത് പറയാനാണ് ഏട്ടത്തി? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ എതിർത്ത് 100 ന്യായവുമായിട്ട് അനന്തേട്ടൻ നിൽക്കും. താടിയിൽ കൈവച്ച് സങ്കടം അഭിനയിച്ചുകൊണ്ട് ഹേമ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാൻ നാത്തൂനെ, എൻ്റെ മോളെ ആദിക്ക് കൊടുക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അതിന് കാരണം തന്നെ നിങ്ങളുടെ അമ്മാവനും അമ്മായിയുടെയും ഒക്കെ വേർതിരിവാണ്. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ വിഷമവും ആദിക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ നിന്നത് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ സമ്മതം മൂളിയത്. ഇനി ആ തറവാട്ടിൽ എല്ലാവരും ഒത്തുകൂടുന്ന നേരത്ത് എൻ്റെ മോൾ തന്നെ മുന്നിലുണ്ടാവണം. അവൾ ആദിയെ പോലെ 2ാം തരക്കാരിയായിട്ട് നിൽക്കാൻ നാത്തൂന് അനുവദിക്കരുത്. അതെനിക്ക് നിർബന്ധമാണ്. ഉറച്ച ശബ്ദത്തോടെ സരിത പറഞ്ഞു. അങ്ങനെയൊന്നും അവളെ ആരും മാറ്റി നിർത്തില്ല ഏട്ടത്തി. എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ആദിയോട് നല്ല സ്നേഹം തന്നെയാണ്. അല്ലായിരുന്നുവെങ്കിൽ അവൾ ജീവനെ പോലെ കൊണ്ടു നടക്കുന്ന അപ്പുവിനെ അവന് കൊടുക്കാമെന്ന് സമ്മതിക്കില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഒന്ന് അകന്നു നിൽക്കുന്നത് ആദി കല്യാണത്തിൽ നിന്ന് പിന്മാറിയത് കൊണ്ടാണ്. അതിൻ്റെ കാരണമൊക്കെ ഏട്ടത്തിക്ക് അറിയില്ലേ?
സരിത പറഞ്ഞത് ഇഷ്ടമാവാതെ ഹേമ മുഖം കറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുവാണോ? ഇറങ്ങാൻ നേരമായി. എല്ലാവരും എഴുന്നേറ്റ് വരാൻ നോക്ക്. ഹേമ പറഞ്ഞതിന് മറുപടി പറയാൻ സരിത തയ്യാറായി വന്നപ്പോഴേക്കും അതിനെ തടഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്ന സുരേന്ദ്രൻ പറഞ്ഞു. അയാൾക്ക് പിന്നാലെ പുറത്തേക്ക് നടക്കുമ്പോൾ ഇരുവരുടെയും മുഖത്തിന് തെളിച്ചമുണ്ടായിരുന്നില്ല. മോളെ സോണി, ഇപ്പോൾ നിങ്ങൾ ആദിയുടെ വീട്ടിലേക്ക് പൊയ്ക്കോ. വൈകിട്ട് ഞങ്ങളൊക്കെ കൂടെ അങ്ങോട്ട് വന്ന് നിങ്ങളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോരാം കേട്ടോ. സുരേന്ദ്രൻ സമ്മാനമായി കൊടുത്ത വലിയ കാറിലേക്ക് കയറുമ്പോൾ ആദിയോടും സോണിയോടുമായിട്ട് അയാൾ പറഞ്ഞു. സോണി ഒന്ന് മൂളിക്കൊണ്ട് തലയാട്ടിയതും ആദിയും അയാളെ ഒന്ന് നോക്കിയിട്ട് കാർ മുന്നോട്ടെടുത്തു. അതിന് തൊട്ടു മുന്നിൽ ഹേമയും അനന്തനും കയറിയ കാറും പോയിരുന്നു. ആഹാ, കാശിയെ നോക്കിക്കോ, ഇതൊരു കുഞ്ഞു പെണ്ണാണല്ലോ. കുളിച്ച് ഒരു ടോപ്പും ലെഗിനുമിട്ട് അച്ചുവിനും ഉമ്മയ്ക്കുമൊപ്പം താഴേക്ക് ഇറങ്ങി വന്ന അപ്പുവിനെ കണ്ട് ഉഷ പറഞ്ഞു. അമലിനോട് സംസാരിച്ചിരുന്ന കാശി മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. കറുത്ത നീല നിറത്തിലെ ഒരു ടോപ്പും ചുവന്ന കളർ ലെഗിനുമിട്ട് മുടി കുളിപ്പിന്നലിട്ട് നെറ്റിയിലൊരു കുഞ്ഞു കൊണ്ട് മാത്രമേ ഉള്ളൂ. നെറുകയിൽ നേരത്തെ തൊട്ട സിന്ദൂരം നെറ്റിയിലേക്ക് ഒരൽപ്പം പടർന്നു കേൾപ്പുണ്ട്. മറ്റു ചമയങ്ങളൊന്നുമില്ലെങ്കിലും മനോഹരിയാണ്. കാശിയുടെ നോട്ടം ആ മുഖത്തു നിന്ന് ഒരു നിമിഷം തങ്ങി നിന്നു. അപ്പുവിൻ്റെ നേരെയുള്ള കാശിയുടെ നോട്ടം കാണെ അമൽ അവൻ്റെ തുടയിലൊന്ന് തട്ടി. എന്താണ് മോനെ, നീ ആ കൊച്ചിൻ്റെ ചോര ഊറ്റുവാണോ? അവനൊരു ചിരി ഒളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് പോടാ, അതൊന്നുമല്ല. ആൻറ്റി പറഞ്ഞില്ലേ കുഞ്ഞാണ് എന്ന്, അതുകൊണ്ട് നോക്കിയതാണ്. കാശി ചമ്മൽ ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കാശി, വൈകിട്ട് ഇങ്ങോട്ട് ബാങ്കിൽ നിന്ന് ആരെങ്കിലും വരുമോ? കുറേയേറെ നേരം എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് എല്ലാവരും കുടിക്കാനുള്ള ചായ എടുക്കുന്നതിനിടെ ഉഷ തിരക്കി. ഇവിടെ ആരെയും വിളിച്ചിട്ടില്ല ആൻറ്റി. അവിടെ ഞാൻ അടുത്ത് സംസാരിക്കുന്ന 3-4 പേരേ ഉള്ളൂ. അവർ അമ്പലത്തിൽ വന്നിട്ട് ഉണ്ടായിരുന്നു. കാശി ഉമ്മയുടെയും അച്ചുവിൻ്റെയും അടുത്തിരിക്കുന്ന പെണ്ണിനെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. ബാങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവർ എന്ന് പറഞ്ഞു അവൻ അവരെയൊക്കെ പരിചയപ്പെടുത്തി തന്നത് അപ്പു ഓർത്തു. അപ്പോൾ വൈകിട്ട് വല്ലിശ്ശേരിയിൽ നിന്ന് വരുന്നവരെ ഉണ്ടാകൂ അല്ലേടാ? അമലാണ് ചോദിച്ചത്. അതേടാ, അച്ചാച്ചനും അച്ചമ്മയും അവിടെ സഹായത്തിന് നിൽക്കുന്ന 2 പേര്, പിന്നെ അച്ചുവിൻ്റെ വീട്ടുകാരും, അത്രേ ഉണ്ടാവൂ. കാശി ആലോചനയോടെ പറഞ്ഞു. അപ്പോഴൊക്കെ 3 മണിയാകുമ്പോൾ വരാം എന്ന് പറഞ്ഞവരെ തേടി അപ്പുവിൻ്റെ കണ്ണുകൾ ഗേറ്റിനടുത്തേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു. അവരെങ്ങ് വരും മോളെ, ഈ ചായ കുടിച്ചേ. അവളുടെ വാടിയ മുഖവും കണ്ണുകൾ പോകുന്ന വഴിയും കാണെ ഉഷ പറഞ്ഞു. ഉഷ പറഞ്ഞത് കേട്ട് അപ്പു ഒന്ന് മൂളി. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ചായ എടുത്ത് ടീപ്പോയിൽ വെച്ചു. അപ്പു, അവരൊക്കെ ഇപ്പോൾ വരും പെണ്ണെ. വന്നാൽ പിന്നെ രാത്രിയല്ലേ തിരികെ പോവൂ. അച്ചു അവളുടെ ചായ മൊത്തിക്കൊണ്ട് അപ്പുവിൻ്റെ കാതിൽ പറഞ്ഞു. ഞാൻ അവരെ വിടൂല. എനിക്ക് അമ്മമ്മയും അപ്പൂപ്പനെയും കാണാതെ നിൽക്കാൻ പറ്റില്ല. അച്ചു പറഞ്ഞതിലും പതിയെ അവളും പറഞ്ഞു. ആ ബെസ്റ്റ്. എൻ്റെ അപ്പു, അവർ രണ്ടാളും ആ തറവാട്ടിൽ നിന്ന് ഇതുവരെ മാറി നിന്നിട്ടുണ്ടോ പെണ്ണേ? അവളുടെ ചായ മറ്റൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് തണുപ്പിച്ച് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അച്ചു ചോദിച്ചു. അശ്വതിയുടെ ആ ചോദ്യം കേൾക്കെ അപ്പു ദയനീയമായി നനവൂർവ്വ മിഴിയോടെ അവളെ നോക്കി. ഇതെന്താ ഇവിടെ രഹസ്യം പറച്ചിൽ? അപ്പുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ. ഉമ്മ അവർക്കരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് തിരക്കി. ഒന്നുമില്ല ചേച്ചി പെണ്ണെ, അമ്മമ്മ ഒക്കെ വന്നാൽ ഇനി തിരിച്ചുവിടില്ല എന്ന് പറഞ്ഞാണ് എൻ്റെ അപ്പൂസ്. അച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ, അവരെയൊക്കെ അപ്പുവിന് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഉമ്മ അത്ഭുതത്തോടെ തിരക്കി. ഒരുപാട് ഇഷ്ടം. നിറഞ്ഞ കണ്ണും വിതുമ്പുന്ന ചുണ്ടുമായി അവൾ മെല്ലെ പറഞ്ഞു. അപ്പുമോൾ ജനിച്ച ദിവസം മുതൽ ഇന്നിവിടേക്ക് വന്ന് കയറും വരേക്കും അവർക്കൊപ്പം അല്ലായിരുന്നോ? അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് ഈ സങ്കടം അല്ലേ? അവൾക്കരികിലിരുന്ന് ഉഷ അവളെ ചേർത്ത് പിടിച്ച്. ഇതൊക്കെ കണ്ടും കേട്ടും അല്പം മാറി കാശിയും അമലും ഉണ്ടായിരുന്നു. നല്ലൊരു ദിവസമായിട്ട് നീ ഞങ്ങളോട് വഴക്കിന് വന്നതാണോ ഹേമേ? ദേവകി ദേഷ്യത്തോടെ അവരെ നോക്കി. ആദ്യം നിങ്ങളുടെ കൊച്ചുമകനല്ലേ ഇന്ന് അവൻ്റെയും വിവാഹമായിരുന്നു. ഇന്ന് വൈകിട്ട് ഏട്ടനും ഏട്ടത്തിയും കൂടെ പിള്ളേരെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ അതിനു മുമ്പ് വന്ന് അവരെ ഒന്ന് കാണാൻ പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണോ അമ്മായി? കണ്ണും തുടച്ചു മൂക്കും വലിച്ചുകൊണ്ട് ഹേമ അവരെ നോക്കി തിരക്കി. തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല. ദേവകി നേരിയത് വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. ഒന്ന് അവിടെ വരെ വന്നിട്ട് പൊയ്ക്കൂടെ അമ്മായി? ഏട്ടനും ഏട്ടത്തിയും ഇത്തിരി കഴിഞ്ഞാൽ എത്തും. നിങ്ങൾ രണ്ടുമില്ലെങ്കിൽ അവരെന്താ കരുതുക? ഒരു കാരണവശാലും അവരെ കാശിയുടെ വീട്ടിലേക്ക് വിടില്ല എന്ന വാശി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഹേമ കെഞ്ചി. ഹേമയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് ചെന്നേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഞങ്ങൾ ആദ്യം കാശിയെയും അപ്പുവിനെയും പോയെന്ന് കണ്ടിട്ട് അങ്ങോട്ട് വരാം, അതുപോരെ? ജഗന്നാഥൻ ഹേമയെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് പറഞ്ഞു. അങ്ങനെയല്ല അമ്മാവ, കാശിക്കും അപ്പുവിനും ഒരിടത്തും പോകണ്ടല്ലോ. അവർ അവിടെ തന്നെ കാണില്ലേ? ഇവിടെ ആദിയും സോണിമോളും ഇന്ന് ഏട്ടനൊപ്പം പോയാൽ പിന്നെ 3 ദിവസം അവിടെ നിന്നു 4-ാം നാളെ തിരികെ വരൂ. എത്ര ബന്ധുക്കളാണെന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിന്ന് പോകുമ്പോൾ നിങ്ങൾ രണ്ടാളും അവിടെ ഇല്ലെങ്കിൽ എൻ്റെ ഏട്ടത്തിയുടെ കുത്തുവാക്ക് ഞാൻ കേൾക്കേണ്ടി വരും. കള്ളക്കണ്ണുനീരോടെ ഹേമ പറഞ്ഞു. ഹേമേ, നിനക്കറിഞ്ഞൂടെ, അപ്പു ജനിച്ചിട്ട് ഇന്നേ വരെ ഞങ്ങളെ പിരിഞ്ഞു നിന്നിട്ടില്ല. ഇന്ന് ആദ്യമായാണ് അവളില്ലാതെ
ഞങ്ങളും ഇവിടെ നിൽക്കുന്നത്. വൈകിട്ട് അങ്ങോട്ട് ചെല്ലും എന്ന് പറഞ്ഞ് അവളോട് ഞങ്ങൾ ഉറപ്പ് പറഞ്ഞിട്ടാണ് വന്നത്. ഇനി പോകാതെ ഇരുന്നാൽ കൊച്ചു വിഷമിക്കും. ഞങ്ങൾ പോയിട്ട് വേഗം വരാം, ദേവകി സങ്കടത്തോടെ പറഞ്ഞു. ശരി അമ്മായി, നിങ്ങൾക്ക് രണ്ടാൾക്കും എപ്പോഴും ഞാനും എൻ്റെ മോനും രണ്ടാം തരക്കാരാണെന്ന് ഒരിക്കൽ കൂടെ തെളിഞ്ഞു. ഞാൻ ഇനി വിളിക്കുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളൂ. മൂക്ക് വലിച്ചുകൊണ്ട് ഹേമ അവിടുന്ന് ഇറങ്ങിപ്പോയി. എന്തു ചെയ്യും ദേവകി? കൊച്ചു നമ്മൾ ചെല്ലുന്നു നോക്കി മുറ്റത്ത് കണ്ണും നട്ട് നിപ്പുണ്ടാവും, വിഷമത്തോടെ ജഗന്നാഥൻ പറഞ്ഞു. കൊച്ചു കാത്തിരിക്കുന്നത് മാത്രമല്ലല്ലോ, രാധയും ഉദയനും വരില്ലേ അങ്ങോട്ട് പോകാൻ? ദേവകി വിഷമത്തിൽ അയാളെ നോക്കി. ഒരു കാര്യം ചെയ്യാം, ശശി ആദ്യം അവരെ കൊണ്ടുപോയി വിട്ടിട്ട് ഇങ്ങ് പോരട്ടെ. ആദ്യ പോയാൽ ഉടൻ നമുക്ക് കൊച്ചിൻ്റെ അടുത്തേക്ക് പോകാം, ജഗന്നാഥൻ പ്രശ്നത്തിന് പരിഹാരം കണ്ടതുപോലെ പറഞ്ഞു. എനിക്കെന്തോ എൻ്റെ അപ്പൂനെ ഓർത്ത് സങ്കടം തോന്നുന്നു. നമ്മൾ ചെല്ലുന്നത് നോക്കി കണ്ണ് നിറച്ച് ആ ഉമ്മറത്തുണ്ടാവും എൻ്റെ കൊച്ച്. സങ്കടത്തിൽ നെഞ്ചിൽ കൈവച്ച് ദേവകി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഇവിടുന്ന് ഇറങ്ങിയാൽ ഉടൻ നമുക്ക് പോകാം. എത്ര വയ്യെങ്കിലും നമുക്ക് പോകാം. നീ ഇന്ന് സമാധാനപ്പെട്. ആ പറഞ്ഞത് അത്ര തൃപ്തിയായില്ല എങ്കിലും അവരതിന് ഒന്ന് മൂളി. ജഗന്നാഥൻ പറഞ്ഞതനുസരിച്ച് രാധയും ഭർത്താവും ഉദയനും കൂടെ ശാന്തയും തങ്കമണിയും ശശിക്കൊപ്പം രാഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെ കാത്ത് എല്ലാവർക്കും ഒപ്പം അപ്പു മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൂപ്പനും അമ്മമ്മയും വന്നില്ലേ രാധമാമി? കാറിൽ നിന്ന് ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ അവരില്ലെന്ന് കണ്ടതോടെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അപ്പു തിരക്കി. അവരിങ്ങ് വരും മോളെ, ശശി ഇത്തിരി കഴിഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് വരും, രാധ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ എന്താ വരാത്തെ? വീട്ടിൽ പോയിട്ട് ഉടനെ വരാമെന്ന് എന്നോട് പറഞ്ഞതാ. കണ്ണും തുടച്ച് മൂക്കും വലിച്ചുകൊണ്ട് പറയുന്നവളെ കാണെ അമൽ മുഖമൊന്ന് ചരിച്ചു കാശിയെ നോക്കി. അവൻ എന്താ ചെയ്യേണ്ടത് എന്നറിയാത്തതുപോലെ വിഷമത്തോടെ തറഞ്ഞു നിന്നുപോയി. അയ്യേ, മാമിയുടെ കുഞ്ഞ് എന്തിനാ സങ്കടപ്പെടുന്നേ? അവർ രണ്ടുപേരും ഇപ്പോൾ ആദിയുടെ വീട്ടിൽ പോയതാണ്. ഇപ്പോൾ ശശി മാമൻ പോയിട്ട് വിളിച്ചിട്ട് വരും, ഇല്ലേ ശശി? രാധ അപ്പുവിനെ സമാധാനപ്പെടുത്താൻ എന്നപ്പോൾ അയാളോട് തിരക്കി. അതെ, ഞാൻ അല്പം കഴിഞ്ഞു പോയി അവരെ കൂട്ടി വരാം. മോളിങ്ങനെ സങ്കടപ്പെടണ്ട, ചെല്ല്. ശശി കാറിൻ്റെ ഡിക്കിയിലിരുന്ന സാധനങ്ങളെല്ലാം അപ്പുവിൻ്റെ ബാഗുമൊക്കെ പുറത്തേക്ക് വെച്ചു പറഞ്ഞതും അപ്പു പിന്നെ ഒന്നും മിണ്ടാതെ വിങ്ങിയ മുഖത്തോടെ അവർക്കൊപ്പം അകത്തേക്ക് കയറിപ്പോയി. അച്ഛനാണോ ശശിയേട്ടാ അവരെ കൂട്ടിപ്പോയത്? കാശി മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് അയാളോട് തിരക്കി. അനന്തൻ സാർ അല്ല മോനെ വന്നത്, ചെറിയമ്മയാണ്. ആദിക്കുഞ്ഞും ഭാര്യയും ആ കുട്ടിയുടെ വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഉടൻ എന്നെ വിളിക്കാമെന്ന് മേനോൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ശശി മെല്ലെ പറഞ്ഞുകൊണ്ട് കാർ കുറച്ച് നീക്കിയിടാനായി പോയി. കാശി ഒന്ന് മൂളി. കൊച്ചിന് സങ്കടമായി. അതെത്ര നേരം കൊണ്ട് അവർ വരുന്നതും പ്രതീക്ഷിച്ച് ഈ ഗേറ്റിന് പുറത്തേക്ക് നോക്കിയിരിക്കുക. അമൽ അപ്പുവിൻ്റെ സങ്കടം നിറഞ്ഞ മുഖമോർത്ത് വല്ലായ്മയോടെ പറഞ്ഞു. അതിപ്പോ അച്ചാച്ചനെ കുറ്റം പറയാൻ പറ്റുമോ അമലേ? എന്നെയും ഇവളെയും പോലെ തന്നെയല്ലേ അവർക്ക് ആദിയും? അപ്പോൾ അവിടെയും പോകേണ്ടതല്ലേ? കാശി ആരെയും കുറ്റപ്പെടുത്താത്ത വിധത്തിൽ പറഞ്ഞു. നിങ്ങൾ രണ്ടിനെയും പോലെയാണോ ആദി? അവന് അച്ഛനും അമ്മയും കൂടെയുണ്ട്, പോരാത്തതിന് നിന്റെ ചെറിയച്ഛനും ഫാമിലിയും, അമൽ ദേഷ്യത്തിൽ പറഞ്ഞു. എടാ, നീ കണ്ടതല്ലേ ചെറിയച്ഛൻ ഇന്നലെ ഇവിടെ വന്ന്? അല്ലേടാ? പിന്നെ കണ്ടു. ഇന്നലെ വന്ന് വിവരം അന്വേഷിച്ചു പോയി. ഇന്ന് അമ്പലത്തിൽ കെട്ട് കഴിഞ്ഞ ഉടനെ അവർക്കൊപ്പം ഹോട്ടലിലേക്കും പോയത്. അങ്ങേരുടെ മോളെ നിനക്ക് വലിയ സ്നേഹമാണല്ലോ, എന്നിട്ട് ആ പെണ്ണെവിടെ? കാശി അവരെ ന്യായീകരിച്ചു പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അമൽ ചോദിച്ചു. എടാ, ഇതൊക്കെ എനിക്കും അറിയാം. പിന്നെ അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇനി എൻ്റെ കൂടെ ആരില്ല എങ്കിലും എനിക്ക് വിഷമവുമില്ല. അതൊക്കെ നിനക്കും അറിയുന്നതല്ലേടാ? ഉള്ളു നീറുമ്പോഴും മുഖത്തൊരു ചിരി അണിഞ്ഞു കാശി ചോദിച്ചു. ആ, നിനക്കിനി നിന്റെ സ്വന്തം എന്ന് പറയാൻ നിന്റെ പെണ്ണുണ്ടല്ലോ, അത് മതിയടാ. അതിനെ ചേർത്ത് വിളിച്ചാൽ മതി നീ. കാശിയുടെ മനസ്സിലെ നീറ്റിൽ അറിഞ്ഞതുപോലെ അമൽ പറഞ്ഞു. ചേട്ടാ, കാർ ഒതുക്കിയിട്ട് അകത്തേക്ക് കയറി പോരണേ. അമലിനൊപ്പം വീടിനുള്ളിലേക്ക് നടക്കുമ്പോൾ കാശി ശശിയോട് വിളിച്ചു പറഞ്ഞു. കാശിയും അമലും അകത്തേക്ക് വരുമ്പോൾ അവിടെ പെണ്ണുങ്ങളൊക്കെ കൂടിയിരുന്ന് കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പവും അവർക്കൊപ്പം ഇരിക്കുന്നത് കാണെ ഒരാശ്വാസത്തോടെ കാശി അവളുടെ ബാഗും കൊണ്ട് മുറിയിലേക്ക് പോയി. പിള്ളേർ എത്ര മണിക്ക് ഇറങ്ങും അനന്ത? ഞങ്ങൾ ചെന്നില്ല എങ്കിൽ അപ്പു വിഷമിക്കും. 6 മണി കഴിഞ്ഞിട്ടും ആദിയും സോണിയും അവളുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാകുന്നില്ല എന്ന് കണ്ട് ജഗന്നാഥൻ തിരക്കി. അവർ അവിടുന്ന് ഇറങ്ങാൻ പോകുന്നുണ്ട് അച്ഛാ. ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ ഇറങ്ങും. അപ്പോൾ ഇതുവരെ അവിടുന്ന് ഇറങ്ങിയില്ലേ അവര്? ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ കാശിയുടെ അടുത്ത് പോയി അപ്പുവിനെ കണ്ടിട്ടേ വരുള്ളായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ചെന്നില്ല എങ്കിൽ കൊച്ചാകെ വിഷമിക്കുമല്ലോ. നെഞ്ചിൽ തടവിക്കൊണ്ട് അയാൾ മകനോട് പറഞ്ഞു. അവരെത്താൻ വൈകുമെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ രാഗത്തിൽ പോയിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. അതെന്ത് വർത്തമാനമാണ് അനന്തേട്ടാ നിങ്ങളീ പറഞ്ഞത്? ഇന്ന് രാവിലെ മുതൽ അമ്മാവനും അമ്മായിയും അവരുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ? അതുമല്ല, വൈകിട്ട് അവിടെ വേറെ ചടങ്ങൊന്നുമില്ല. പിന്നെ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയിട്ട്? അവർ സംസാരിക്കുന്നത് കേട്ട ഹേമ ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ സന്തോഷത്തോടെ പറഞ്ഞു. അവിടെ വേറെ ആവശ്യമൊന്നുമില്ല എന്ന് വെച്ചു അങ്ങോട്ട് പറഞ്ഞുവിട്ട ഞങ്ങളുടെ കുഞ്ഞിനെ പോയി കാണണ്ടേ ഞങ്ങൾക്ക്?
ഹേമ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ദേവകി ചോദിച്ചു. എന്തായാലും നിങ്ങൾ വന്നില്ലേ അമ്മേ, ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കഴിയട്ടെ. ആദിയും സോണിയും ഇറങ്ങാൻ താമസിക്കുകയാണെങ്കിൽ ഞാൻ കൂടെ വരാം കാശിയുടെ അടുത്തേക്ക്. അച്ഛനും അമ്മയും വിഷമത്തിലാണെന്ന് മനസ്സിലായ ജയൻ അവരെ സമാധാനപ്പെടുത്താൻ എന്ന പോലെ പറഞ്ഞു. ദേവകി ഒന്ന് മൂളിക്കൊണ്ട് മുഖം തിരിച്ചുവെങ്കിലും അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് രണ്ട് ആൺമക്കളും കണ്ടിരുന്നു. ഇരുവർക്കും ഒന്നും മിണ്ടാനായില്ല. ഇവിടുന്ന് ഇറങ്ങാൻ ഒരുപാട് താമസിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകണ്ട കേട്ടോ. നാളെ രാവിലെ നമുക്ക് അങ്ങോട്ട് പോകാം. വൈകോളം അവിടെ കൂടാം. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ജഗന്നാഥൻ ഭാര്യയോട് പറഞ്ഞു. എല്ലാവർക്കും എല്ലാവരുമുണ്ട്. ആരുമില്ലാത്തത് എൻ്റെ കാശിക്കും അപ്പൂനുമാണ്. നമുക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ആരുമില്ലാതെയാകും. കണ്ണും മുഖവും തുടച്ചുകൊണ്ട് ദേവകിയും പറഞ്ഞു. നീ വിഷമിക്കാതെ, അവർ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ കഴിയും. അയാൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവർ സന്തോഷമായിട്ട് കഴിയും, അതെനിക്ക് അറിയാം. രണ്ടാൾക്കും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പക്ഷേ അതുപോലെയല്ല ഈ നമ്മുടെ കുടുംബത്തിലെ ഒറ്റ ഒരെണ്ണവും. മിച്ചുനെ തന്നെ കണ്ടില്ലേ, ഇന്ന് ഹോട്ടലിൽ പോയിരുന്നു, ഇപ്പോൾ ഇവിടെയുമുണ്ട്. കാശി ആ പെണ്ണിനെ എങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് നടന്നതാണ്. എന്നിട്ട് ആ ചെക്കൻ്റെ കാര്യത്തിൽ ഒന്ന് വന്ന് തല കാണിച്ചു പോകാൻ പോലും അവൾ തയ്യാറായോ? അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. കണ്ണൊക്കെ തുടച്ച് പുറത്തേക്ക് നോക്കിയിരുന്ന ദേവകി അയാളോട് പറഞ്ഞു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആ വിജയൻ്റെ മോളെ കൊണ്ട് കാശിയെ കെട്ടിക്കാൻ അമ്മയും മോളും ഒരുപാട് തുള്ളിയില്ലേ, അത് നടക്കില്ലെന്ന് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ മിച്ചു മാറി നിന്നത്. ജഗന്നാഥൻ അവർക്ക് കേൾക്കാൻ പാകത്തിൽ പതിയെ പറഞ്ഞു.